ലഹരി മാഫിയക്കെതിരെയും സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെയും നടപടികൾ കർശനമാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ കൊച്ചി നഗരത്തിലും ശക്തമാണെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയുടെ സ്വാധീനവും സൈബർ കുറ്റകൃത്യങ്ങളും വേരുറപ്പിക്കുന്ന ക്രിമിനൽ സംഘങ്ങളുമെല്ലാമാണ് കൊച്ചിയിലെ പ്രധാന പ്രശ്നങ്ങൾ. ബോധവൽക്കരണങ്ങൾ കൂടി ശക്തമാക്കി മാത്രമേ സൈബർ സാമ്പത്തിക തട്ടിപ്പുകളും ലഹരി ഇടപാടുകളും തടയാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് തട്ടിപ്പുകാർ ആളുകളെ ഇരകളാക്കുന്നത് എന്നതിൽ ബോധവൽക്കരണം വേണം. പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിൽ പോലീസിന് പരിമിതികളുണ്ടെന്നും പുട്ട വിമലാദിത്യ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റ പുട്ട വിമലാദിത്യ എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവയർനെസ് കൂട്ടുക, സൈബർ കുറ്റകൃത്യങ്ങളുടെ മോഡസ് ഓപ്പറണ്ടി എന്താണ്, ഏത് രീതിയിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ ഇവിടെ ചെയ്യപ്പെടുന്നുണ്ട്, അതിനകത്ത് എങ്ങനെയാണ് ഓരോരാള് അതിന്റെ വിക്ടിമായി മാറുന്നത് എന്ന കാര്യങ്ങളിൽ ജനങ്ങളെ പല വർട്ടിക്കൽസിലുള്ള ആൾക്കാരെ അവയർനെസ് കൂട്ടുക എന്നതാണ്. സായുധ മാവോയിസ്റ്റുകളെ പിടിച്ചതുകൊണ്ട് മാത്രം മാവോയിസ്റ്റ് പ്രവർത്തനം ഇല്ലാതാകില്ലെന്നും അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനം ശക്തമാണെന്നും മുൻ ATS DIG കൂടിയായ പുട്ട വിമലാദിത്യ കൂട്ടിച്ചേർത്തു. കാട്ടിൽ കാണുന്ന മിലിറ്ററി ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്ന തോക്കോടുകൂടി നടക്കുന്ന ആൾക്കാർ മാത്രം പിടിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഇവിടെ ഈ സമയത്ത് അവിടെ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മാവോയിസം മുഴുവൻ ഇവിടെ പോയി എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇന്റലിജൻസ് ഫെയില്യൂർ എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ലഹരിക്കെതിരെ NDPS ആക്ട് അനുസരിച്ച് കർശന നടപടികളെടുക്കും. പോലീസിന് വിവരങ്ങൾ കൈമാറുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കും. ഈ വർഷം വലിയ അളവിൽ ലഹരി പിടികൂടിയ 27 കേസുകൾ കൊച്ചിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജനം, കൊച്ചി.